കൊടുങ്ങല്ലൂർ ഭക്തിയോടെയും ഭയത്തോടെയും ജനലക്ഷങ്ങൾ വന്നു പോകുന്ന ക്ഷേത്രസങ്കേതം. ഗുരുതിയുടെയും ഭരണിപ്പാട്ടിന്റെയും അലകൾ നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രം. ക്ഷേത്രമെന്ന് പറയുമെങ്കിലും ഇതൊരു കാവ് സമ്പ്രദായം തന്നെയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മിക്കവാറും കാളീക്ഷേത്രങ്ങളുടെയും കാവുകളുടെയുമൊക്കെ മൂലസ്ഥാനവും ഇതുതന്നെയാണ്. ചരിത്രപരമായും മതപരമായും ഏറെ സവിശേഷതകൾ ഉള്ളതും ഒരു കാലത്ത് കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനവുമായിരുന്നു മുസിരിസ് എന്നുകൂടി അറിയപ്പെട്ടിരുന്ന കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ ക്ഷേത്രേതിഹാസം എന്ന് പറയുന്നത് ഈ ഒരു ക്ഷേത്രസങ്കേതത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഒരുപക്ഷെ വേദകാലത്തേക്കാൾ പഴക്കമുണ്ടാവാം ഈ സംസ്കാരത്തിന്. നാനാജാതിയിൽപ്പെട്ടവർക്കും എന്തെങ്കിലുമൊക്കെ അവകാശങ്ങളുള്ള ക്ഷേത്രം. ആലങ്കാരികമായി പറഞ്ഞാൽ ഒരു സോഷ്യലിസ്റ്റ് ദേവത തന്നെയാണ് കൊടുങ്ങല്ലൂരമ്മ. കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്ന ചേരൻ ചെങ്കുട്ടുവനാണ് ചിലപ്പതികാരത്തിലെ വീരനായിക കണ്ണകിയെ പ്രതിഷ്ഠിച്ച് ക്ഷേത്ര നിർമ്മാണം തുടങ്ങിവെച്ചത്. ചെങ്കുട്ടുവൻ പ്രതിഷ്ഠിച്ച കണ്ണകിയുടെ സ്മാരകശിലയ്ക്ക് പിന്നീട് മാറ്റങ്ങൾ ഒരുപാടുണ്ടായി.